വലിയ നോമ്പിൻ്റെ 3-ാം ഞായറാഴ്ചയിലെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 കൂട്ടുകാരുടെ സ്നേഹാധിഷ്ഠിത കൂട്ടായ്മയും വിശ്വാസവുമാണ് കുറിവാക്യത്തിൽ സൗഖ്യത്തിന് കാരണമായി ക്രിസ്തു പറയുന്നത്. പുരുഷാരം നിമിത്തം പിന്തിരിഞ്ഞ് പോകാമായിരുന്ന പരിതസ്ഥിതിയിലും പുരയുടെ കൂര പൊളിച്ച് കൂട്ടുകാരന് കാവലാളാകുന്ന കൂട്ടായ്മയുടെ സൗന്ദര്യം. 4 പേർ ചേർന്ന് 5-ാമനെ ക്രിസ്തുവിന് മുന്നിൽ എത്തിക്കുമ്പോൾ അവന് പാപമോചനവും രോഗസൗഖ്യവും സമ്മാനം. സമാന അനുഭവത്തിൽ സമൂഹത്തിൽ സഹവസിക്കുന്ന നമ്മോട് തന്നെ ഒരു അന്വേഷണം. ഇന്ന് നമ്മൾ 4 ആൾ ചേരുമ്പോൾ എത്ര പേർ ക്രിസ്തുവിങ്കിലേക്കും എത്ര പേർ സൗഖ്യത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട്? പക്ഷം ചേരുവാൻ പങ്കാളിയില്ലാതെ പക്ഷപാത രോഗിയായി പരിതപിക്കേണ്ടി വരുന്നവരുടെ പക്ഷം ചേരുന്നതും പങ്കുവയ്ക്കുന്നതും യഥാർത്ഥ നോമ്പനുഭവം. അതാണ് ക്രിസ്താനുഭവം. പക്ഷം ചേരുവാൻ പങ്കാളിയില്ലാതെ പക്ഷപാത രോഗിയായി പരിതപിക്കേണ്ടി വരുന്നവരുടെ പക്ഷം ചേരുന്നതും പങ്കുവയ്ക്കുന്നതും യഥാർത്ഥ നോമ്പനുഭവം. അതാണ് ക്രിസ്താനുഭവം.